ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത് നടന്ന സർവേ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 101 ദശലക്ഷം ആളുകളാണ് പ്രമേഹം അഥവാ ഡയബറ്റിക്സുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ആദ്യ 3 സംസ്ഥാനങ്ങളിൽ തന്നെയുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളവും. ഇത് ജീവിതശൈലി രോഗമായ പ്രമേഹത്തിന്റെ മാത്രം കണക്കാണ്. ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ നിരവധി. ഈ കണക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ പറയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 18 വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ഇൻഫോർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ കറക്റ്റ് ഇൻഫോർമേഷൻസ് അറ്റ് കറക്റ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിൽ എൻറോൾ ചെയ്യുമ്പോൾ നിലവിലുള്ള അസുഖങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ബാധകമാണെന്ന റൂൾ നിങ്ങൾക്കറിയാമല്ലോ. നിരവധി ആളുകളാണ് ഈ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞ പോളിസി ഉണ്ടോ എന്ന ചോദ്യവുമായി എന്റെ അടുത്ത് എത്തുന്നത്. ABCD എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ആൻഡ് ഡയബറ്റിക്സ് എന്നീ അസുഖങ്ങൾ ഡേ 1 തൊട്ട് കവർ ചെയ്യുന്ന മികച്ച 2 ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളുടെ ഡീറ്റെയിൽ കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Please keep on watching. First plan is Aditya Birla Active One and second plan is Manipal Cigna Pro Health Prime Active. ഈ പ്ലാനുകളെ ഡീറ്റെയിലോട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് അബൌട്ട് ദ കമ്പനി. നല്ല പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് തിരഞ്ഞെടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയുടെ ക്രെഡൻഷ്യൽസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തിങ് ഈസ് കമ്പനീസ് ക്ലാസിഫിക്കേഷൻ. 2 കമ്പനിയും കാറ്റഗറൈസ് ചെയ്യുന്നത് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് വിഭാഗത്തിലാണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ മാത്രമാണ് ഈ കമ്പനികൾ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് മാർക്കറ്റ് ഷെയർ ആണ്. 2022-23 ജനറൽ ഇൻഷുറൻസ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം ആദിത്യ ബിർള ഗോട്ട് എ മാർക്കറ്റ് ഷെയർ ഓഫ് 3.19% ആൻഡ് മണിപ്പാൽ സിഗ്ന ഗോട്ട് എ മാർക്കറ്റ് ഷെയർ ഓഫ് 1.52%. നെക്സ്റ്റ് തിങ് ICR അഥവാ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ. ഒരു ഇൻഷുറൻസ് കമ്പനി ടോട്ടൽ പ്രീമിയം തുക കളക്ട് ചെയ്തതിൽ എത്ര തുക ക്ലെയിം ആയിട്ട് കൊടുത്തു എന്നതിനെയാണ് ICR സൂചിപ്പിക്കുന്നത്. ആസ് പെർ IRDA റിപ്പോർട്ട് 2022-23 പ്രകാരം ആദിത്യ ബിർളയുടെ ICR is 64.68% ആൻഡ് മണിപ്പാൽ സിഗ്ന is 64.66%. ഇനി അടുത്തതായി പ്ലാനുകളുടെ ഡീറ്റെയിലോട്ട് നമുക്കൊന്ന് കടക്കാം. ആദിത്യ ബിർള ആക്റ്റീവ് വൺ ആൻഡ് മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവ്, ഈ 2 പ്ലാനുകളുടെയും ടോപ്പ് 3 USP യുണീക് സെല്ലിംഗ് പോയിന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ നിലവിലുള്ള അസുഖങ്ങൾക്ക് ഡേ 1 തൊട്ട് പരിരക്ഷ ലഭിക്കുമെന്നുള്ളതാണ് ഈ 2 പ്ലാനുകളുടെ മെയിൻ ഹൈലൈറ്റ്സ്. അതിൽ നമ്മൾ ആദിത്യ ബിർള ആക്റ്റീവ് വൺ നോക്കിയാൽ ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ, ഹൈപ്പർലിഡീമിയ, COPD, ഒബിസിറ്റി അഥവാ അമിതവണ്ണം, കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ഹാർട്ട് അറ്റാക്ക്, ഇതിൽ ഏതെങ്കിലും 3 അസുഖങ്ങൾക്ക് നമുക്ക് ഡേ 1 തൊട്ട് പരിരക്ഷ ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ആസ്മ, ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപിഡീമിയ, ഒബിസിറ്റി റിലേറ്റഡ് കണ്ടീഷൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് 90 ദിവസത്തിന് ശേഷം നമ്മൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. സെക്കൻഡ് USP എന്ന് പറയുന്നത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. ആദിത്യ ബിർള ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്ലെയിം ഓൺവേർഡ്സ് ഈ പ്ലാനിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ബേസ് സം അഷ്യൂർഡ് സപ്പോസ് എക്സോസ്റ്റ് ആകുകയാണെങ്കിൽ സെക്കൻഡ് ക്ലെയിം ഓൺവേർഡ്സ് ഈ ബേസ് ഈക്വലൻ ടു ബേസ് സം അഷ്യൂർഡ് അൺലിമിറ്റഡ് ടൈം റീസ്റ്റോറേഷൻ ഈ പ്ലാനിൽ ഓഫർ ചെയ്യുന്നുണ്ട്. സെയിം തിങ് മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം പ്ലാൻ എടുക്കുകയാണെങ്കിൽ they are also offering unlimited time but it is only for unrelated illnesses. Third USP super credit 100%. ആദിത്യ ബിർള ആക്റ്റീവ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ ബേസ് സം അഷ്യൂർഡ് will increase to up to 500%. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 10 ലക്ഷം രൂപ ബേസ് സം ഇൻഷുർഡ് ഉള്ള ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തിന് ശേഷം ഈ 10 ലക്ഷം രൂപ 50 lakhs ആയിട്ട് മാറുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ മണിപ്പാൽ സിഗ്നയുടെ തേർഡ് USP എടുക്കുകയാണെങ്കിൽ ദിസ് പ്ലാൻ ഈസ് ഓഫറിംഗ് വേൾഡ് വൈഡ് ആക്സിഡന്റൽ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ. ലോകത്തെവിടെയും ആക്സിഡന്റ് മുഖേനയുള്ള എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. അടുത്തതായി ഈ 2 പ്ലാനുകളിലും എൻറോൾ ചെയ്യാനുള്ള ബേസിക് ക്രൈറ്റീരിയ, സം അഷ്യൂർഡ്, ഫാമിലി ഡെഫിനിഷൻ എന്നിവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പോളിസി ടൈപ്പ് ആണ്. ആദിത്യ ബിർള ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ആ പ്ലാൻ നമുക്ക് ഇൻഡിവിജ്വൽ ആൻഡ് ആസ് വെൽ ആസ് ഫ്ലോട്ടർ ഓപ്ഷനിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവിൽ ഇൻഡിവിജ്വൽ മാത്രമാണ് ആ പ്ലാൻ, ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമാണ് നമുക്ക് ആ പ്ലാനിൽ എൻറോൾ ചെയ്യാൻ പറ്റുന്നത്. ഫാമിലി ഡെഫിനിഷൻ ആദിത്യ ബിർള ആക്റ്റീവ് വൺ they are offering 2 adults plus 4
ചൈൽഡിനെ നമുക്ക് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാം. വേറസ് മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മാത്രമായിട്ടാണ് നമുക്ക് ഈ പോളിസിയിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ് പോയിന്റ് ഏജ് ക്രൈറ്റീരിയ ആണ്. അഡൽട്സ് ഏജ് 18 ടു നോ ക്യാപ്പിംഗ് അപ് ടു മാക്സിമം നമുക്ക് ഏത് ഏജുള്ള ആൾക്ക് വരെ നമുക്ക് ഈ പോളിസിയിൽ എൻറോൾ ചെയ്യാം. ചൈൽഡ് കാറ്റഗറീസ് 91 days to 25 years. പ്രൈം ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ അഡൽട്സ് കാറ്റഗറീസ് 18 to 100 years ആൻഡ് ചിൽഡ്രൻ കാറ്റഗറീസ് 91 days to 23 years. സം ഇഷ്യൂർഡ് നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ആക്റ്റീവ് ഓണിൽ 2 lakhs to 6 crore വരെയുള്ള സം ഇഷ്യൂർഡ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വേറസ് മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവ് ആണെങ്കിൽ they are offering only 3 lakh to 15 lakh. അടുത്തതായി ഈ രണ്ട് പ്ലാനുകളുടെയും മെയിൻ ഹൈലൈറ്റ്സ്, ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് റൂം റെന്റ് ആണ്. റൂം റെന്റ് കാറ്റഗറി ആദ്യത്തെ ബിർള ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് പ്ലാൻ ഈസ് ഓഫറിംഗ് ആക്ച്വൽസ് അപ് ടു ബേസ് സം ഇൻഷുർഡ് വരെയുള്ള റൂം റെന്റ് എലിജിബിലിറ്റി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് പ്ലാൻ ഈസ് ഓഫറിംഗ് സിംഗിൾ പ്രൈവറ്റ് AC റൂം. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ദാറ്റ് ഈസ് 60 and 180 days ഇൻ ആദ്യത്തെ ബിർള ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ. പ്രൈം ആക്റ്റീവ് പ്ലാൻ ആണെങ്കിൽ 30 and 60 days. നെക്സ്റ്റ് പോയിന്റ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. ആദ്യത്തെ ബിർള ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് പ്ലാൻ ഈസ് ഓഫറിംഗ് അൺലിമിറ്റഡ് ടൈം റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ഓൺ സെക്കൻഡ് ക്ലെയിം ഓൺവേർഡ്സ്. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് പ്ലാൻ ഈസ് ഓൾസോ ഓഫറിംഗ് അൺലിമിറ്റഡ് ടൈംസ് റീസ്റ്റോറേഷൻ ബട്ട് ദാറ്റ് ഈസ് ലിമിറ്റഡ് ടു അൺറിലേറ്റഡ് ഇൽനെസ്സസ്. നെക്സ്റ്റ് പോയിന്റ് ആയുഷ് ആണ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി എക്സ്പെൻസിന് രണ്ട് പ്ലാനുകളിലും അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് റീഇംബേഴ്സ്മെന്റ് ബെനിഫിറ്റ് ആയിട്ടാണ് ഈ രണ്ട് പ്ലാനുകളിലും ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഡോണർ എക്സ്പെൻസ് ആണ്. അതായത് പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ് വരുന്ന സമയത്തിൽ രണ്ട് പ്ലാനുകളിലും അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ആണ്. ആദ്യത്തെ ബിർള ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് ഈ പ്ലാനിൽ ദാറ്റ് ക്യാൻ ബി ക്ലെയിം. നെക്സ്റ്റ് വൺ മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ 10% സം ഇൻഷുർഡ് ആണ് ഈ പ്ലാൻ ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് മോഡേൺ ട്രീറ്റ്മെന്റ് ആണ്. റോബോട്ടിക് സർജറി തുടങ്ങിയ പ്രൊസീജിയേഴ്സ്, അഡ്വാൻസ് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ലിസ്റ്റഡ് പ്രൊസീജിയേഴ്സിന് ആദ്യത്തെ ബിർള ആക്റ്റീവ് വണ്ണിൽ അപ് ടു ബേസ് സം ഇൻഷുർഡ് വരെ നമുക്ക് ക്ലെയിം ലഭിക്കുന്നതാണ്. വേറെ നമ്മൾ പ്രൈം ആക്റ്റീവ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കവേർഡ് അപ് ടു 50% ഓഫ് സം ഇൻഷുർഡ്. നെക്സ്റ്റ് പോയിന്റ് മെറ്റേണിറ്റി ആണ്. രണ്ട് പ്ലാനുകളിലും മെറ്റേർണിറ്റി എക്സ്പെൻസുകൾ കവർ ചെയ്യുന്നതല്ല. നെക്സ്റ്റ് പോയിന്റ് നോൺ മെഡിക്കൽ എക്സ്പെൻസ് അഥവാ കൺസ്യൂമർ എക്സ്പെൻസ്. ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കവേർഡ് അപ് ടു സം ഇൻഷുർഡ് ആൻഡ് പ്രൈം ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു സം ഇൻഷുർഡ്. പക്ഷേ അതിൽ റൈഡർ ആയിട്ടാണ് ആ ഒരു ഓപ്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോ ക്ലെയിം ബോണസ് ആണ്. ആദ്യത്തെ ബിർള ആക്റ്റീവ് വൺ പ്ലാനിൽ സൂപ്പർ ക്രെഡിറ്റ് എന്ന റൈഡർ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബേസ് സം ഇൻഷുർഡ് ക്യാൻ ബി ഇൻക്രീസ് അപ് ടു 500%. മണിപ്പാൽ സിഗ്ന പ്രൈം ആക്റ്റീവ് ആണെങ്കിൽ 10% ഇൻക്രീസ് ചെയ്യുന്നതാണ്. ബേസ് സം ഇൻഷുർഡിന്റെ 10% എവറി ഇയർ ഇൻക്രീസ് ചെയ്യുന്നതാണ്. മാക്സിമം ലിമിറ്റഡ് ടു 100%. അടുത്തതായി ഈ രണ്ട് പ്ലാനുകളുടെയും ഓപ്ഷണൽ റൈഡേഴ്സുകളാണ്. നമുക്ക് അനുയോജ്യമായിട്ടുള്ള റൈഡറുകൾ കുറച്ച് എക്സ്ട്രാ പ്രീമിയം പേയ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്ലാനുകളിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് പ്ലാനുകളിലും വരുന്ന ഓപ്ഷണൽ റൈഡറുകൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ ബിർള ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ക്രോണിക് കെയർ എന്ന റൈഡർ മുഖേന നിലവിലുള്ള അസുഖങ്ങൾക്ക്, നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ ഈ പ്ലാനിന്റെ കീ USP, നിലവിലുള്ള അസുഖങ്ങൾക്ക് ഡേ 1 തൊട്ട് നമുക്ക് പരിരക്ഷ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പെർ ക്ലെയിം ഡിഡക്റ്റബിൾ. ഈ പ്ലാനിൽ 15,000 and 25,000 rupees നമുക്ക് ഡിഡക്റ്റബിൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുമൂലം നിങ്ങൾക്ക് ടോട്ടൽ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ക്രിട്ടിക്കൽ ഇൽനസ് കവറും ഈ ഒരു പ്രോഡക്റ്റിന്റെ റൈഡർ ആയിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആക്സിഡന്റൽ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ കവർ ഈ പ്ലാന്റെ ഒരു റൈഡർ ആയിട്ടാണ് വരുന്നത്. ആൻഡ് കൺസ്യൂമർ കവറേജ് ലഭിക്കുന്നതിനും നമ്മൾ ഈ റൈഡർ ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായി വെയിറ്റിംഗ് പീരീഡ്സ് ആണ്. ഈ രണ്ട് പ്ലാനുകളുടെയും വെയിറ്റിംഗ് പീരീഡ്സ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ബിർള ആക്റ്റീവ് വൺ പ്ലാൻ എടുക്കുകയാണെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് 3 years ആണ്. സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് is 2 years ആൻഡ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് is for 30 days except hospital accidental cases. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് പ്രൈം ആക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ആസ്മ, ഡയബറ്റിക്സ്, ഹൈപ്പർടെൻഷൻ, ഡിസ്ലിപിഡീമിയ, ഒബിസിറ്റി റിലേറ്റഡ് കണ്ടീഷന് 90 days പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡും അതർ കണ്ടീഷൻസിന് 24 months വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്.
Specific diseases waiting period is 2 years and initial waiting period is 30 days. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് പ്ലാനുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് നിലവിലുള്ള അസുഖങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുക എന്നത് ഒരു പോളിസി ഹോൾഡറിന്റെ കടമയാണ്. ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലും ഇത് ഒട്ടും വ്യത്യസ്തമല്ല. നിങ്ങൾ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഇമ്മീഡിയറ്റ് കവറേജ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് പ്ലാനുകളും ഒന്നിലൊന്ന് മികച്ചതാണ്. ഇതിൽ നിങ്ങൾക്ക് ഉചിതമായ ഒരു പ്ലാൻ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ രണ്ട് പ്ലാനുകളുടെയും ഡീറ്റെയിൽ വിവരങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ. ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ പ്രോഡക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശ്രദ്ധാപൂർവ്വം വായിച്ചു മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ കറക്റ്റ് ഇൻഫോർമേഷൻസ് അറ്റ് കറക്റ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ് സനോജ് ലാൽ.